നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്ക്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ഇടുക്കി ജില്ലയിലെ വൻകിട കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മൂന്നാറിലെ കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കാൻ പുതിയ നിയമം കൊണ്ടുവരണമെന്നും കോടിയേരി. സ്വകാര്യ തേയില കമ്പനികളുടെ ഭൂമി ഏറ്റെടുക്കുന്നത് മലയെടുത്ത് തലയിൽ വെച്ചതുപോലെയാകുമെന്ന് മന്ത്രി MM മണി. കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ ജനൽ ചില്ലുകളും വാഹനത്തിന്റെ ചില്ലുകളും തകർത്ത പ്രതിയെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. UDF സർക്കാർ ആരംഭിച്ച ഇടുക്കി മെഡിക്കൽ കോളേജ് അട്ടിമറിച്ച് പുതിയത് തുടങ്ങുവാനുള്ള തീരുമാനത്തിനെതിരെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ രംഗത്ത്. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് കോളേജ് സംരക്ഷണ സമിതി. കാന്തല്ലൂർ മേഖലയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ കാട്ടാന ആക്രമണം രൂക്ഷമായ സ്ഥലങ്ങൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയിലെ വൻകിട കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മൂന്നാറിലെ കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കാൻ പുതിയ നിയമം കൊണ്ടുവരണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. കട്ടപ്പനയിൽ കർഷക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയിലെ വൻകിടക്കാർക്കും കയ്യേറ്റക്കാർക്കുമെതിരെ കർശന നിലപാട് സ്വീകരിക്കണം. ജില്ലയിലെ കുത്തക മുതലാളിമാരാണ് കർഷകരെ കൊള്ളയടിക്കുന്നതെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. കേരളത്തിലെ കാർഷിക മേഖലയിൽ ഈ പ്രശ്നം വരാതിരിക്കണമെങ്കിൽ ഇവിടെയുള്ള മുൻകരുതൽ നടപടി സ്വീകരിക്കണം. അതിനാവശ്യമായ ഇടപെടൽ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമാണ് കൃഷിക്കാർക്ക് സുരക്ഷിതത്വം. ഈ ഭൂമി തന്റെ ഭൂമിയാണ്. ഇതിൽ കൃഷിയിൽ ഉണ്ടാകുന്ന വിളവിന് എനിക്ക് ആശ്വാസം കിട്ടും, വരുമാനം കിട്ടും, എനിക്ക് ഭാവി തലമുറയെ കരുപിടിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ബോധം കൃഷിക്കാർക്കുണ്ടായിട്ടുണ്ട്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാക്കുന്ന കെട്ടിടം പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള കെട്ടിടമായിരിക്കണം. തോന്നുന്നതുപോലെ കെട്ടിടം എടുത്താൽ മൂന്നാറിന്റെ പ്രകൃതി ഭംഗി നഷ്ടപ്പെടും. അന്താരാഷ്ട്ര ടൂറിസ്റ്റുകൾ വരുന്ന കേന്ദ്രം എന്നുള്ള സ്ഥാനം മൂന്നാറിന് ഇടുക്കി ജില്ലക്ക് നഷ്ടപ്പെടും. ഇത് കണക്കിലെടുത്ത് ഇടുക്കിയുടെ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വിധത്തിലുള്ള ഒരു കെട്ടിട നിയമം ഉണ്ടാക്കാൻ വ്യവസ്ഥ ചെയ്യണം. കർഷകരുടെ കൂട്ടായ്മയിലൂടെ കർഷക താൽപര്യം സംരക്ഷിക്കണം. മരങ്ങൾ മുറിക്കുന്നതിനുള്ള നിരോധനം സർക്കാർ ഒഴിവാക്കും. അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ വ്യവസ്ഥാപിതമായ സംവിധാനം കൊണ്ടുവരും. തുടർച്ചയായ വന്യജീവി ആക്രമണത്തിനെതിരെ ആവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്തുമെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനായാണ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കട്ടപ്പന മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്ന കൂട്ടായ്മയിൽ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് CV വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി മുഖ്യപ്രഭാഷണം നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ, കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി മാത്യു വർഗീസ്, ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം N ശിവരാജൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി KP ഹസൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ VR സജി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള കർഷകർ, തൊഴിലാളികൾ, വിവിധ കർഷക സംഘടനകളുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ, ഏലം വ്യവസായികൾ, വ്യാപാരികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു. സ്വകാര്യ തേയില കമ്പനികളുടെ തോട്ടം ഏറ്റെടുക്കുന്നതിനെതിരെ മന്ത്രി MM മണി. ഭൂമി ഏറ്റെടുക്കുന്നത് മലയെടുത്ത് തലയിൽ വെച്ചതുപോലെയാകും. യാഥാർത്ഥ്യബോധമില്ലാത്ത തീരുമാനം ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും മന്ത്രി MM മണി പറഞ്ഞു. ഇവിടെ കുട്ടകപ്പാട്ടത്തിന്റെ കാലാവധി തീർന്നവരുണ്ട്. ഇവിടെ ഏലം കൃഷിക്കാരിൽപ്പുണ്ട്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട്. മനസ്സിലായി? കുത്തകപ്പാട്ടത്തിന്റെ കാലാവധി തീർന്ന ഭൂമി ഏറ്റെടുക്കണമെന്ന് വാദിക്കുന്നവരുണ്ട്. തമാശ പറയല്ല, ഏറ്റെടുത്ത് എന്ത് ചെയ്യാനാണ്? ഇത് തന്നെ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിലായി കുത്തകപ്പാട്ടത്തിന്റെ ഭൂമി ഒന്നിച്ചു കിടക്കുകയല്ല, പലയിടത്താണ്. ഒന്ന് പട്ടയമുണ്ട് കുറെ, ബാക്കി കുറച്ച് ഭൂമി കുത്തകപ്പാട്ടമാണ്. ഇങ്ങനെയാണ് പല തോട്ടങ്ങളിലും അങ്ങനെയാണ്. ചെറുകിടത്തോട്ടം അങ്ങനെയാണ്. കുത്തകപ്പാട്ടം അല്ലാതെ ഒരേക്കർ അരയേക്കർ സെറ്റുകളുള്ളതും ഉണ്ട്. ഇതൊക്കെ ഏറ്റെടുത്ത് ഇവിടെ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആ കുത്തകപ്പാട്ടം പുതുക്കി കൊടുക്കണ്ടേ? കുത്തകപ്പാട്ടം പുതുക്കി കൊടുക്കുക എന്ന് പറയുന്നത് തികച്ചും 100% ന്യായമാണ്. ന്യായമായ ഒരു ഫീസും എടുത്തോണ്ടെന്ന്. ഇതൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കുത്തകപ്പാട്ട ഭൂമിയുള്ളതായ ഏലകൃഷിക്കാരുടെ സംഘടനയുടെ നേതാക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. വളരെ സങ്കീർണമായ പ്രശ്നമാണ്.
അവർക്ക് പട്ടയം കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മിനിമം കുത്തകപ്പാട്ടം പുതുക്കി കൊടുക്കാമല്ലോ. 20 വർഷമോ 12 വർഷമോ അർഹമായ ഫീസ് ഗവൺമെന്റ് മേടിക്കട്ടെ. ഇത് ഏറ്റെടുത്ത് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. ആകെ പ്രശ്നമോ. കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ ജനൽ ചില്ലുകളും വാഹനത്തിന്റെ ചില്ലുകളും തകർത്ത പ്രതിയെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. ചേറ്റുകുഴി പുതുപ്പറമ്പിൽ സതീഷ് ശശിയാണ് പിടിയിലായത്. കഴിഞ്ഞ 16-ാം തീയതി വൈകിട്ട് 5 മണിയോടെ വീണ് കൈയൊടിഞ്ഞാണ് സതീഷ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. എന്നാൽ ഡോക്ടറില്ലെന്ന് അറിഞ്ഞതോടെ പ്രകോപിതനായി നഴ്സുമാരെ അസഭ്യം വിളിച്ച ശേഷം മദ്യലഹരിയിൽ ആശുപത്രിയുടെ ജനൽ ചില്ലുകളും വാഹനത്തിന്റെ ചില്ലുകളും എറിഞ്ഞു തകർക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രി അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ CI VS അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം SI ജെയിൻ ജോസഫാണ് സതീഷിനെ അറസ്റ്റ് ചെയ്തത്. പൊതുമുതൽ നശിപ്പിക്കൽ, അതിക്രമിച്ചു കയറൽ, അസഭ്യം വിളിക്കൽ തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് സതീഷ് അടിപിടി കേസിൽ 2 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 100 കണക്കിന് രോഗികൾ എത്തുന്ന താലൂക്ക് ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങളോ ആവശ്യത്തിന് ഡോക്ടർമാരോ ഇല്ല. ഏറെ സമരങ്ങൾക്കും നിവേദനങ്ങൾക്കും ശേഷമാണ് കട്ടപ്പന PHCയെ താലൂക്ക് ആശുപത്രി ഉയർത്തിയത്. ഇത് സാധാരണക്കാർ രോഗികൾക്ക് ഏറെ ആശ്വാസകരമായിരുന്നു. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കെത്തിയ രോഗി ഡോക്ടറില്ലാത്തതിൽ പ്രതിഷേധിച്ച ആശുപത്രിയുടെ ജനൽ ചില്ലുകളും വാഹനത്തിന്റെ ചില്ലും തകർത്തിരുന്നു. നിരവധി തവണ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് മൈക്കിൾ പറഞ്ഞു. നിലവിൽ 8 പോസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ പോലും ആ ഒഴിവുള്ള പോസ്റ്റുകളിലേക്ക് ഡോക്ടർമാരെ നിയമിക്കുന്നതിന് സർക്കാർ വളരെ ഉദാസീനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ബന്ധപ്പെട്ട മന്ത്രിയോടും ഡിപ്പാർട്ട്മെന്റിലും മുനിസിപ്പാലിറ്റിയിലും നിരവധി തവണ നിവേദനങ്ങൾ നൽകുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ഡോക്ടർമാരെ കട്ടപ്പനയിലേക്ക് നിയമിക്കുന്ന കാര്യത്തിൽ വളരെ അലംഭാവം ഗവൺമെന്റ് കാണിക്കുന്നുണ്ട്. 12 ഡോക്ടർമാർ വേണ്ട സ്ഥാനത്ത് 4 ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. ഒരു മാസം 10,000-ഓളം രോഗികളാണ് ആശുപത്രിയിലെത്തുന്നത്. ഇവരെ നോക്കുന്നത് 4 ഡോക്ടർമാർ മാത്രമാണ്. ഡോക്ടർമാരുടെ എണ്ണം കുറയുന്നതും രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും കാരണം ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർക്ക് അമിത ജോലി ഭാരമാണ് ഉള്ളത്. അപ്പോൾ പോസ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും പോസ്റ്റുകളിലേക്ക് ഡോക്ടർമാർ വരികയോ അല്ലെങ്കിൽ വരുന്ന ഡോക്ടർമാർ ലീവിലോ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആബ്സെൻസിൽ പോയത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഡോക്ടർമാരില്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡോക്ടർമാരെ കിട്ടിയാൽ മാത്രമേ നമുക്കിവിടെ ഫുൾ ടൈം സർവീസ് 24 മണിക്കൂർ സേവനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടത്ര ഡോക്ടേഴ്സ് വേണം. അപ്പോൾ ഇല്ലാത്ത പക്ഷം നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് എല്ലാവർക്കും തന്നെ അറിയാം. മന്ത്രി ലെവലിൽ വരെ ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പം എത്രയും പെട്ടെന്ന് ആ ഒരു ഡോക്ടേഴ്സിൻ്റെ ആ ഒരു തസ്തികയിൽ ഡോക്ടേഴ്സിനെ കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആശുപത്രി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. പകർച്ചപ്പനികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിച്ചില്ലെങ്കിൽ ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ താളം തെറ്റും. UDF സർക്കാർ ആരംഭിച്ച ഇടുക്കി മെഡിക്കൽ കോളേജ് അട്ടിമറിച്ച് പുതിയത് തുടങ്ങുവാനുള്ള തീരുമാനത്തിനെതിരെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ രംഗത്ത്. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുന്നതിന് കോളേജ് സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിലെ ആദ്യ 2 ബാച്ച് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. പുതിയ കോളേജ് തുടങ്ങുന്നതിന് സർക്കാർ LOP നൽകിയാൽ ആദ്യ 2 ബാച്ച് വിദ്യാർത്ഥികളുടെയും ഭാവി അവതാളത്തിലാകും. സർക്കാരിന്റെ ഈ നടപടി റദ്ദു ചെയ്യാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുമിച്ച് കോളേജ് സംരക്ഷണ സമിതി രൂപീകരിച്ചു. സംസ്ഥാനത്തെ 5 മെഡിക്കൽ കോളേജുകളിലായാണ് ഈ വിദ്യാർത്ഥികൾ നിലവിൽ പഠിക്കുന്നത്. ഈ കോളേജിൽ നിന്ന് തന്നെ പാസ് ഔട്ട് ആകാത്തപക്ഷം തങ്ങളുടെ ഭാവി അവതാളത്തിലാകുമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഞങ്ങളുടെ ഒരു നല്ലത് നോക്കാതെ ഗവൺമെന്റ് LOPക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ LOP എന്ന് വെച്ചാൽ പുതിയൊരു ബാച്ച് തുടങ്ങാൻ പോവാണ്. ഞങ്ങൾ 2 വർഷം ബാച്ച് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പഠിക്കുകയല്ല, സ്പ്ലിറ്റ് ചെയ്ത് വിട്ടെങ്കിലും ഞങ്ങൾ ഈ കോളേജിലെ സ്റ്റുഡൻസ് തന്നെയാണ്. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതെ കോളേജ് പുതിയൊരു ബാച്ചിനായിട്ട് LOP അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാതെ ഇങ്ങനെ ചെയ്തത് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടാക്കി. അതിന്റെ ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ കോളേജ് സംരക്ഷണ സമിതി ചെയർമാനായി PP സുരേന്ദ്രനെ തെരഞ്ഞെടുത്തു. ഈ മാർച്ചിൽ NCAയുടെ അംഗീകാരം നേടി വിദ്യാർത്ഥികളെ ഇവിടെ പഠിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. കുട്ടികളുടെ ഭാവി രജിസ്ട്രേഷനും മറ്റ് നിയമ നടപടികളും നിയമപരമായി നടത്തുന്നതിന് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സാറിനെയും ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറിനെയും ഇടുക്കിയിലെ ഇവിടുത്തെ MLA റോഷി അഗസ്റ്റിൻ സാറിനെയും എല്ലാം കണ്ട് ഞങ്ങൾ സർക്കാരിന്റെ നയപരിപാടികളോട് ചേർന്ന് നിന്നുകൊണ്ട് ആവശ്യമായത് എന്തും ചെയ്ത് ഈ കുട്ടികളുടെ ഭാവിയും ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തനവും സുഗമമാക്കുന്നതിന് ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിക്കും. വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയിൽ സ്ഥിരമായി നായാട്ട് നടത്തുന്ന സംഘത്തിൽപ്പെട്ടയാളെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു.
അണക്കര ചേമ്പുംകണ്ടം സ്വദേശി പുളിഞ്ചുവെട്ടിൽ ബിനുവാണ് പിടിയിലായത്. വണ്ടിപ്പെരിയാർ സത്രം ഭാഗത്ത് പിടിയിലായ ബിനു ഉൾപ്പെട്ട സംഘം കേഴമാൻ, മ്ലാവ്, കാട്ടുപന്നി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടുന്നതായി ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ എസ്ഐ ബിജിത് ലാലിന്റെ നേതൃത്വത്തിൽ ഇയാളെ പിടികൂടിയത്. സത്രത്തെ ഒരു ഹോട്ടലിൽ തൊഴിലാളിയായിരുന്നു ബിനു. ഇയാളുടെ സുഹൃത്ത് ബെന്നി ഒളിവിലാണ്. തോക്ക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇയാളുടെ പക്കലുണ്ടെന്നാണ് സൂചന. നായാട്ടു വസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ 2 പേർ മാത്രമാണുള്ളതെന്ന് പോലീസ് പറയുന്നു. കൂട്ടുപ്രതിയെ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വനംവകുപ്പ് കാര്യമായി പരിശോധന നടത്താത്ത മേഖലകളിലാണ് നായാട്ട് വ്യാപകമാവുന്നത്. വണ്ടിപ്പെരിയാറ്റിലും പരിസരങ്ങളിലും നായാട്ടുകൾ നടക്കുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ടതിന് പിന്നാലെ കാന്തല്ലൂർ മേഖലയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. കാന്തല്ലൂർ പെരടിപ്പള്ളം സ്വദേശി പൂഴിക്കുന്നൽ ബെന്നിക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ബേബിയുടെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ് പെരടിപ്പള്ളം ഭാഗത്തുകൂടി സുഹൃത്തുക്കളുമൊത്ത് നടന്നു പോകുമ്പോഴാണ് കാട്ടാന ഇവർക്ക് നേരെ ഓടിയെത്തിയത്. കാട്ടാനയെ കണ്ട മാത്രയിൽ എല്ലാവരും സമീപത്തെ താഴ്ചയുള്ള കുഴിയിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ബെന്നിയെ കാട്ടാന പിന്തുടർന്ന് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. കാട്ടാനയെ കണ്ട് രക്ഷപ്പെടുന്നതിനായി കുഴിയിലേക്ക് ചാടിയ വഴിക്കാണ് ബെന്നിക്ക് പരിക്ക് പറ്റിയത്. കൈക്കും കാലിനും പരിക്കേറ്റ ബെന്നിയെ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ കാട്ടാന ആക്രമണം രൂക്ഷമായ സ്ഥലങ്ങൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സന്ദർശിച്ചു. കഴിഞ്ഞ മാസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സിംഗുകണ്ടം സ്വദേശി നടക്കൽ സുനിൽ ജോർജിന്റെ വീട്ടിലാണ് ഉമ്മൻചാണ്ടി ആദ്യമെത്തിയത്. രാവിലെ 11:30യോടെ സിംഗുകണ്ടത്തെ സുനിലിന്റെ ഭവനത്തിൽ എത്തിയ ഉമ്മൻചാണ്ടി സുനിലിന്റെ മാതാവ് മേരി, ഭാര്യ അഞ്ജു, മക്കളായ അഭിജേഷ്, അഭിനയ എന്നിവരെ തന്റെ അനുശോചനം അറിയിച്ചു. സുനിലിന്റെ കുടുംബത്തിന് സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള നഷ്ടപരിഹാരത്തുക സംബന്ധിച്ച വിവരം ഉടൻ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം സുനിലിന്റെ ഭാര്യയെ അറിയിച്ചു. അഞ്ജുവിന് സർക്കാർ ജോലി നൽകണമെന്നുള്ള കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും ആവശ്യവും സർക്കാരിനെ അറിയിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇടുക്കി ജില്ലയിലെ പരിപാടി ഇട്ടിരിക്കുന്നത് കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് നിരവധി മരണമുണ്ടാകുന്നു, വലിയ നഷ്ടങ്ങളുണ്ടാകുന്നു, ജനങ്ങളാകെ ഭീതിയിലാണ്. അതിൻ്റെ സാഹചര്യങ്ങളൊന്ന് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും അത് പരമാവധി ലഘൂകരിക്കുന്നതിന് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ മറയൂര് കഴിഞ്ഞ ദിവസം മരിച്ച ബേബി എന്ന അന്ധയായ ഉമ്മൻചാണ്ടി എത്തുന്നുവെന്നറിഞ്ഞ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റവരും കൃഷിയിടങ്ങൾ നശിച്ചവരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് സിംഗുകണ്ടത്ത് എത്തിയത്. പരാതികളും നിവേദനങ്ങളും സ്വീകരിച്ച അദ്ദേഹം എല്ലാം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നറിയിച്ചു. തുടർന്ന് ശാന്തൻപാറ പഞ്ചായത്തിലെ ചെമ്പാല, മുള്ളൻതണ്ട് മേഖലകളിൽ കാട്ടാന ആക്രമണത്തിൽ വീടും കൃഷിയിടങ്ങളും നഷ്ടപ്പെട്ടവരെയും അദ്ദേഹം സന്ദർശിച്ചു. ഏതാനും ദിവസം മുമ്പ് ഒറ്റയാന്റെ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്ന ബാലു, പാണ്ഡി എന്നിവരുടെ വീടുകളിലും ഉമ്മൻചാണ്ടി നേരിട്ടെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പൂപ്പാറയിൽ നിന്നും 3 കിലോമീറ്ററോളം ദുർഘടമായ പാതയിൽ ജീപ്പിൽ സഞ്ചരിച്ചാണ് അദ്ദേഹം ചെമ്പാലയിലെത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറസ്യ പൌലോസ്, DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, റോയി കെ പൌലോസ്, സേനാപതി വേണു, മാത്യു കുഴൽനാടൻ, ഡീൻ കുര്യാക്കോസ്, ജനപ്രതിനിധികൾ എന്നിവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. കാട്ടാനയാക്രമണം നടന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് മടങ്ങും വഴി എസ്റ്റേറ്റ് പൂപ്പാറയിലെത്തിയ ഉമ്മൻചാണ്ടിക്ക് നൂറുകണക്കിന് ആളുകൾ സ്വീകരണം നൽകി. ഒന്നര മാസമായി കാട്ടാന ഭീതിയിലാണ് സൈലന്റ് വാലി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളി കുടുംബങ്ങൾ. കാട്ടാനയെ ഭയന്ന് കുട്ടികളെ സ്കൂളിൽ വിടുവാനോ തോട്ടങ്ങളിൽ ജോലിക്ക് പോകുവാനോ കഴിയാത്ത സ്ഥിതിയിലാണ് പ്രദേശവാസികൾ. സൈലന്റ് വാലി എസ്റ്റേറ്റിലെ 1-ാം ഡിവിഷനിലും 2-ാം ഡിവിഷനിലും ഫാക്ടറി ഡിവിഷനിലുമാണ് കാട്ടാന ശല്യം രൂക്ഷം. 15ഓളം കർഷകരുടെ കൃഷിയിടങ്ങൾ കാട്ടാനയാക്രമണത്തിൽ പൂർണ്ണമായും നശിച്ചു. ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ് തുടങ്ങിയ കൃഷിയാണ് പ്രധാനമായും നശിച്ചത്. പണ്ടുകാലങ്ങളിൽ രാത്രി മാത്രമാണ് കാട്ടാന ഇറങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ പട്ടാപ്പകലും കാട്ടാന തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിൽ വരെ എത്തുന്നു. വ്യാഴാഴ്ച രാവിലെ കാട്ടാന ലയങ്ങളിലെത്തിയത് തോട്ടം തൊഴിലാളികളെ ഭീതിയിലാഴ്ത്തി. വളരെ പാടുപെട്ടാണ് ഇവിടെ നിന്നും കാട്ടാനയെ തുരത്തിയത്.
കാട്ടാന ഇറങ്ങിയാൽ മുൻകൂട്ടി വിവരം അറിയിക്കുന്ന എലിഫന്റ് എയർലി അലർട്ട് സിസ്റ്റം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. വനം വകുപ്പിനെ അറിയിച്ചാലും വന്ന് നോക്കുകയല്ലാതെ കാട്ടാനയെ തുരത്താൻ നടപടിയൊന്നും എടുക്കാറില്ല. 30 ദിവസമായി ഇവിടെ വന്ന് ഭയങ്കര ശല്യം പണിത്. ഈ ആൾക്കാർ ഒരു ആനയോ ആരും ശല്യം പണിയില്ല. വീട്ടിൽ മുൻപ് വരുത് എല്ലാം പേടിക്കുന്ന ആൾക്കാരുണ്ട്. എത്രയും വേഗം കാട്ടാനയാക്രമണത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് തോട്ടം തൊഴിലാളികളുടെ ആവശ്യം. കാന്തല്ലൂർ മറയൂർ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം വർദ്ധിച്ചിട്ടും ബന്ധപ്പെട്ട അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. ആവശ്യത്തിന് ഫോറസ്റ്റ് വാച്ചർമാരില്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. വെട്ടുകാട്, കാരയൂർ, ശിവൻപന്തി, കീഴാന്തൂർ എന്നീ പ്രദേശങ്ങളിൽ കാട്ടാനയിറങ്ങി വ്യാപക കൃഷിനാശമാണ് വരുത്തിയിരിക്കുന്നത്. കാട്ടാനയിറങ്ങി വ്യാപക കൃഷിനാശം വരുത്തിയ സാഹചര്യത്തിൽ വനംവകുപ്പിൽ നിന്നും കാട്ടാനകളെ നിരീക്ഷിക്കുന്നതിനായി 1-2 വാച്ചർമാരെ മാത്രമാണ് നിയോഗിച്ചിട്ടുള്ളത്. 30-ലധികം വരുന്ന കാട്ടാനക്കൂട്ടത്തെ 1-2 വാച്ചർമാരെ കൊണ്ട് വിരട്ടിയോടിക്കുവാൻ പോലും സാധിക്കില്ലെന്ന് കണ്ട കീഴാന്തൂർ ഗ്രാമത്തിലെ ആളുകൾ ഊരുകൂട്ടം ചേർന്ന് കാട്ടാനകളെ തുരത്തുന്നതിനായി ജനകീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. രാത്രിയിൽ തീയിട്ട് കാവലിരിക്കുകയാണ്. പകൽ മുഴുവൻ ശീതകാല പച്ചക്കറി തോട്ടങ്ങളിലും കരിമ്പിൻ പാടങ്ങളിലും പണിയെടുക്കുന്നവരാണ് ഗ്രാമക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും. തങ്ങൾ മക്കളെപ്പോലെ പരിപാലിക്കുന്ന കൃഷിയിടങ്ങളിൽ ഇനിയും കാട്ടാന ഇറങ്ങാൻ അനുവദിക്കരുതെന്ന നിലപാടാണ് ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. ഓരോ കുടുംബത്തിൽ നിന്നും ഒരാൾ നിർബന്ധമായും രാത്രിയിൽ കാട്ടാനയെ തുരത്തുവാനായി എത്തണം. ഒരു ദിവസം ഒരു ഗ്രൂപ്പിൽ 15 പേരെങ്കിലും ഉണ്ടാകും. 15 പേരടങ്ങുന്ന ടീം രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന് കാട്ടാന വരാൻ സാധ്യതയുള്ള പ്രദേശത്ത് തീ കൂട്ടി കാവലിരിക്കും. ഇവരുടെയൊപ്പം വനംവകുപ്പിലെ ഒരു വാച്ചറുമുണ്ടാകും. ചിന്നാർ വനമേഖലയിൽ വരൾച്ചയും സമീപ ദിവസങ്ങളിൽ കാന്തല്ലൂർ, കാരയൂർ മേഖലകളിൽ മഴ ലഭിച്ചതും വന്യജീവി സങ്കേതത്തിലെ കാട്ടാനകൾ വെള്ളവും തീറ്റയും തേടി കാരയൂർ റിസർവിലാണ് തമ്പടിച്ചിരിക്കുന്നത്. കാട്ടാനകളെ പേടിച്ച് സംരക്ഷണ വേലിക്കുള്ളിൽ പട്രോളിംഗ് പോലും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വനപാലകർ. കാട്ടാനകൾ എത്തുമ്പോൾ അവയെ തുരത്താൻ ഏക ആശ്രയം മുളവടി മാത്രമാണ്. ഇതിനാൽ ഇവർ പ്രാണരക്ഷാർത്ഥം വാച്ചർ ഷെഡുകൾ മരത്തിനു മുകളിലാക്കിയിരിക്കുകയാണ്. ചന്ദന സംരക്ഷണത്തിനായി 2006 കാലഘട്ടത്തിലാണ് റിസർവിന് ചുറ്റും 12 അടി ഉയരത്തിലുള്ള സംരക്ഷണ വേലികൾ സ്ഥാപിച്ചത്. വേലിക്കുള്ളിലെ വനമേഖലകളിൽ വിവിധ ഭാഗങ്ങളിൽ വാച്ചർ ഷെഡ് സ്ഥാപിച്ച് വാച്ചർമാർ ഒരു ഷെഡിൽ നിന്നും നടന്ന് അടുത്ത ഷെഡ് വരെ എത്തും. ഇങ്ങനെ വനത്തിനുള്ളിൽ എല്ലായിടത്തും വാച്ചർമാരുടെയും ഇവരെ നിയന്ത്രിക്കുന്നതിനായി ബീറ്റ് ഓഫീസർമാരുടെയും സാന്നിധ്യം ഉറപ്പാക്കി ചന്ദനമരങ്ങൾ സംരക്ഷിക്കുന്നതാണ് അടിസ്ഥാനവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സംരക്ഷണ രീതി. എന്നാൽ കാട്ടാനകൾ വനംവകുപ്പിന്റെ ഏറ്റവും സുരക്ഷിതമായ ചന്ദന സംരക്ഷണ മാർഗം തകർത്തെറിഞ്ഞിരിക്കുകയാണ്. കാരയൂർ റിസർവിന് ചുറ്റുമുള്ള സംരക്ഷണ വേലികളിൽ കാട്ടാന തകർക്കാത്തതായി ചുരുക്കം ചില പ്രദേശങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. അടിയന്തരമായി കാട്ടാനകളെ തുരത്തി വേലി പുനർനിർമ്മിച്ചില്ലെങ്കിൽ കാരയൂർ റിസർവിലെ ചന്ദനമരങ്ങൾ കാട്ടാനകളുടെ മറവിൽ ചന്ദനമോഷ്ടാക്കളുടെ വലയിലാകും. നെടുങ്കണ്ടം ടൗണിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടികൾ തുടരുന്നു. ഗ്രാമപഞ്ചായത്തിന് മുമ്പിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൊളിച്ചു നീക്കി. ഇന്നലെ രാവിലെ മുതലാണ് വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിൽ റോഡിലേക്ക് ഇറക്കി സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡുകളും ഷെഡുകളും മറ്റും ഗ്രാമപഞ്ചായത്ത് നീക്കം ചെയ്തു തുടങ്ങിയത്. ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനായി ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി എടുത്ത തീരുമാനമാണ് നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം പൊളിക്കൽ നടക്കുന്നതിനിടെ ചില വ്യാപാരികൾ തങ്ങൾ തന്നെ ഇവ മാറ്റിക്കൊള്ളാമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇന്നലെ ഇത് മാറ്റാത്തതിനെ തുടർന്ന് ഇന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇവ പൊളിച്ചു നീക്കാൻ എത്തിയപ്പോഴാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി എത്തിയത്. തീരുമാനമുണ്ടായില്ല. രാവിലെ മുതൽ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഉണ്ടായിസമാണ് വ്യാപാരി വ്യവസായികളോട് എടുക്കുന്നെങ്കിൽ നടക്കിയല്ല. ഞങ്ങളുടെ പൈസ മേടിച്ച് ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതര് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന് ഇടപെടുവാനുള്ള ജനാധിപത്യ വ്യവസ്ഥയിൽ ഇവിടുത്തെ വ്യാപാരികൾക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെ പോലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ നിർമ്മാണം ആദ്യം പൊളിച്ചു മാറ്റണമെന്ന് ഇവർ ആവശ്യപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് ഓഫീസിന് മുമ്പിൽ നിർമ്മിച്ചിരുന്ന ഷെഡുകൾ പൂർണ്ണമായും നീക്കം ചെയ്തു. പിന്നീട് പടിഞ്ഞാറേക്കവല മാർക്കറ്റിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഇതിനിടെ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കൽ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിന് നിവേദനം നൽകി.
പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപാരി സമൂഹം സഹകരിക്കുമെന്നും എന്നാൽ ഇപ്പോഴത്തെ നീക്കങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പൊതുജനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും തടസ്സം നിൽക്കുന്ന ഫുട്പാത്തിലേക്കുള്ള അനധികൃത നിർമ്മാണങ്ങൾ മാറ്റുന്നതോടൊപ്പം വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിൽ താൽക്കാലികമായി മഴക്കാല സംരക്ഷണത്തിന് വെച്ചിരിക്കുന്ന ഷെഡുകൾ നിലനിർത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. മാറ്റേണ്ട ഷെഡുകൾ അധികൃതർ പറയുന്നത് അനുസരിച്ച് മഴക്കാലം തീരുന്നതോടുകൂടി സ്വയം എടുത്തുമാറ്റുവാൻ അനുവാദം നൽകണമെന്നും റോഡ് വികസന നിർമ്മാണങ്ങൾ വരുമ്പോൾ അനധികൃതമായ എല്ലാ നിർമ്മാണങ്ങളും ഒഴിപ്പിക്കണമെന്നും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ ആർ സുരേഷ്, ജനറൽ സെക്രട്ടറി ജെയിംസ് മാത്യു, ട്രഷറർ സജീവാർ നായർ എന്നിവർ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. പിന്നീട് അസോസിയേഷൻ ഭാരവാഹികളുമായി ഗ്രാമപഞ്ചായത്ത് നടത്തിയ ചർച്ചയെ തുടർന്ന് നാളെ രാവിലെ 11 മണിക്ക് സർവകക്ഷി യോഗം ചേരാനും തീരുമാനിച്ചു. എന്നാൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി തുടരുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജ്ഞാനസുന്ദരം പറഞ്ഞു. ഉപ്പുതറയിലെ ഭൂമി പ്രശ്നം നേരിൽ കണ്ട് മനസ്സിലാക്കാൻ ജില്ലാ കളക്ടർ GR ഗോകുൽ ഉപ്പുതറയിലെത്തി. ഭൂമി പ്രശ്നം നിലനിൽക്കുന്ന 6 സർവേ നമ്പറുകളിലെയും സ്ഥലങ്ങൾ കളക്ടർ സന്ദർശിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപ്പുതറയിലെ ഭൂമി പ്രശ്നം നിലനിൽക്കുന്ന പ്രദേശങ്ങൾ കളക്ടർ GR ഗോകുൽ സന്ദർശിച്ചത്. ഉപ്പുതറ മരിയൻ ഓഡിറ്റോറിയത്തിൽ കർഷക പ്രതിനിധികളുമായി ചർച്ച നടത്തിയ ശേഷം രാജമാണിക്യം റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന എസ്റ്റേറ്റും കൃഷിഭൂമിയും വേർതിരിക്കുന്ന തവാർണ ഭാഗവും കളക്ടർ സന്ദർശിച്ചു. രാജമാണിക്യം റിപ്പോർട്ടിലെ പരാമർശത്തിന്റെ പേരിലുള്ള നിയമപ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടിയുണ്ടാകണമെന്ന് കർഷക പ്രതിനിധികൾ കളക്ടറോട് ആവശ്യപ്പെട്ടു. 1980 കാലത്ത് പകരം ഭൂമിയായി സർക്കാർ പതിച്ചു നൽകിയ ടൗണിലെ സ്ഥലത്തിന് പട്ടയം നൽകുന്നതിലെ തടസ്സം നീക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. എസ്റ്റേറ്റുകാരുടെ കൈവശമിരിക്കുന്ന മിച്ചഭൂമി പിടിച്ചെടുക്കുക മാത്രമാണ് രാജമാണിക്യം റിപ്പോർട്ടിന്റെ അടിസ്ഥാനം. ഇക്കാര്യത്തിൽ കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും. വ്യവസ്ഥകളില്ലാതെ കരം സ്വീകരിക്കാനും നടപടിയെടുക്കും. സർക്കാർ പതിച്ചു നൽകിയ 339-ൽ പട്ടയം നൽകുന്നതിലെ തടസ്സം എന്താണെന്ന് പഠിച്ച ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു. കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സ്ഥലങ്ങൾ കാണുവാനും വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ചെറിയൊരു ചർച്ച കൂടി, ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചർച്ച കൂടിയത്. നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ഫീഡ്ബാക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്ഥലങ്ങൾ കൂടി കാണുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിപ്പോർട്ട്, പല കാര്യങ്ങൾക്കും സർക്കാർ തലത്തിലാണ് തീരുമാനം വരേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ വിസിറ്റിന്റെ ഉദ്ദേശം. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിമോൻ ടൈറ്റസ്, പീരുമേട് തഹസിൽദാർ KN തങ്കപ്പൻ എന്നിവരും കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. കട്ടപ്പന സഹകരണ ആശുപത്രിയുടെ പ്രവർത്തനോദ്ഘാടനം ഓഗസ്റ്റ് 12-ന് കട്ടപ്പനയിൽ നടക്കും. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, അസ്ഥിരോഗ വിഭാഗം, പീഡിയാട്രിക്സ്, ദന്തൽ, ഗൈനക്കോളജി, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ആൻഡ് ട്രോമ കെയർ എന്നീ വിഭാഗങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് ലബോറട്ടറി, ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫിസിയോതെറാപ്പി, ഫാർമസി, ആരോഗ്യ ഇൻഷുറൻസ്, ഓപ്പറേഷൻ തിയേറ്റർ എന്നീ സൗകര്യങ്ങളോടുകൂടിയാണ് ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നത്. ആശുപത്രിയുടെ ഉദ്ഘാടനം കേരളത്തിലെ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ M.M. മണിയാണ്. പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീ CV വർഗീസ്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയിസ് ജോർജ്, ഇടുക്കി MLA ശ്രീ റോഷി അഗസ്റ്റിൻ, ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ, അംഗങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്തുള്ള പ്രമുഖ വ്യക്തികൾ, സഹകരണ മേഖലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും. ഓഗസ്റ്റ് 12-ാം തീയതി രാവിലെ 11 മണിക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി M.M. മണി നിർവഹിക്കും. സഹകരണ ആശുപത്രി സംഘം പ്രസിഡന്റ് CV വർഗീസ് അധ്യക്ഷത വഹിക്കും. MP, MLA, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക നേതാക്കളും ഉദ്യോഗസ്ഥ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഒന്നാം ഘട്ടത്തിൽ 3 നിലകളിലായി പ്രവർത്തനം ആരംഭിക്കുന്ന ആശുപത്രി ആരംഭിച്ച് 3 മാസത്തിനുള്ളിൽ 5 നിലകളിലായി കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. കുറഞ്ഞ ചെലവിൽ വിദഗ്ധ ചികിത്സ ഹൈറേഞ്ച് ജനതയ്ക്കാകെ നൽകുന്നതിന് സഹകരണ ആശുപത്രി മാതൃകാപരമായി പ്രവർത്തിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ആശുപത്രി സംഘം വൈസ് പ്രസിഡന്റ് KR സോദരൻ, രക്ഷാധികാരികളായ CK മോഹനൻ, KP സുമോദ്, TS സിബി, കൺവീനർമാരായ MC ബിജു, ആശുപത്രി സെക്രട്ടറി G സുബീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ MMJ പ്ലാന്റേഷനിലെ തൊഴിലാളികൾ ചൂരക്കുളം അപ്പർ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി നൽകണമെന്നാവശ്യപ്പെട്ടാണ് CII-ന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. 7 മണി അളവിൽ മാനേജ്മെന്റുമായി പേച്ചുവാർത്ത നടത്തി 8 വാരകാല ശമ്പളത്തിൽ പ്ലാന്റേഷൻ ലേബർ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ இந்த தோட்டத்தில் சீரான முறையில் நடத்துவதற்கு தேவையான முறையில் நடத்த முடியாவிட்டால் இதை நல்ல ரீதியில் நடத்துவதற்கும் பொருளாதாரத்தை
பணம் முடக்கி தோட்டத்தை நல்ல ரீதியில் நடத்துவதற்கு யாருக்காவது அதை கைமாற்றி இந்த தொழிலாளர் കഴിഞ്ഞ 5 വർഷമായി എസ്റ്റേറ്റിൽ നിന്നും പിരിഞ്ഞ 60-ൽ പരം തൊഴിലാളികൾക്കാണ് ഗ്രാറ്റുവിറ്റി ലഭിക്കാനുള്ളത്. ഇതുകൂടാതെ തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ലെന്നും തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ലെന്നും തൊഴിലാളികൾ ആരോപിച്ചു. CITU യൂണിയൻ സെക്രട്ടറി ജി വിജയാനന്ദ് ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ആക്ടിംഗ് കമ്മിറ്റി പ്രസിഡന്റ് എം തങ്കദുരൈ, യൂണിയൻ നേതാക്കളായ അജിത് ടി വിജയകുമാർ, എം മണി തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയനിലെ മുഴുവൻ തൊഴിലാളികളും സമരത്തിൽ പങ്കെടുത്തു. കാലവർഷം ശക്തി പ്രാപിച്ചെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മൂന്നാറിൽ മഴ കുറവാണ്. ഇത് മൺസൂൺ ടൂറിസത്തെ കാര്യമായി ബാധിച്ചു. കഴിഞ്ഞ 2 ദിവസമായി മൂന്നാറിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് മൂന്നാറിലാണ്. 5.6 മില്ലിമീറ്റർ മഴയാണ് മൂന്നാറിൽ പെയ്തത്. മൂന്നാറിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും മാട്ടുപ്പെട്ടി, കുണ്ടള ഡാമുകളിൽ വെള്ളം കുറവാണ്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറവായതാണ് ഡാമുകളിൽ വെള്ളം കുറയാൻ കാരണം. എന്നാൽ ഹെഡ്വർക്സ് ഡാമിൽ വെള്ളം കാര്യമായി സംഭരിക്കാൻ കഴിയുന്നില്ല. 15 വർഷമായി കാണും ഡാം വൃത്തിയാക്കിയിട്ട്. അതുകൊണ്ടാണ് സംഭരണശേഷി കുറഞ്ഞത്. സാധാരണ മൂന്നാറിലെ നൂൽമഴ ആസ്വദിക്കാൻ ധാരാളം സഞ്ചാരികൾ എത്തിയിരുന്നു. എന്നാൽ കാലാവസ്ഥയിലുണ്ടായ മാറ്റം മൺസൂൺ ടൂറിസത്തെയും കാര്യമായി ബാധിച്ചു. സംസ്ഥാന ഗ്രാമവികസന കമ്മീഷണർ BS തിരുമേനി IASന്റെ നേതൃത്വത്തിലുള്ള സംഘം നെടുങ്കണ്ടത്ത് സന്ദർശനം നടത്തി. നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലനത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചാണ് സന്ദർശനം നടത്തിയത്. 9 വർഷമായി നെടുങ്കണ്ടത്ത് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനം തൊടുപുഴയിലേക്ക് നീക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ നീക്കം നടന്നിരുന്നു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് സ്ഥാപനം നിലവിൽ നെടുങ്കണ്ടത്ത് തുടരുന്നത്. യൂണിയൻ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് നെടുങ്കണ്ടത്ത് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. സ്ഥാപനം ആരംഭിച്ച കാലഘട്ടം മുതൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് സൗജന്യമായി വിട്ടുകൊടുത്ത കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്ന് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി എത്തുന്നവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ, തൊഴിൽ പരിശീലനവുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ, ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ, അംഗപരിമിതർക്ക് ആവശ്യമായ വിവിധ പരിശീലനം, സ്വയം തൊഴിൽ വായ്പ എടുക്കുന്നവർക്ക് ആവശ്യമായ പരിശീലനം തുടങ്ങിയവയെല്ലാം ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം മുഖേനയാണ് നടപ്പിലാക്കുന്നത്. എന്നാൽ സ്ഥാപനം തൊടുപുഴയിലേക്ക് മാറ്റാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ശക്തമായ നടപടികളാണ് ഉണ്ടായത്. തൊടുപുഴയിൽ സ്ഥലം കണ്ടെത്തി ടെൻഡർ നടപടികൾ വരെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരുന്നു. എന്നാൽ ജില്ലയിലെ ഭൂരിപക്ഷം വരുന്ന തൊഴിൽ അന്വേഷകർക്ക് ഉപകാരപ്രദമാകുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം മാറ്റുന്നത് സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധവും ഉയർന്നിരുന്നു. തൊടുപുഴ കൊണ്ടുപോകാനുള്ള ശ്രമത്തെ നമ്മൾ ശക്തമായി എതിർക്കുകയും തൊടുപുഴ ഇതിനു വേണ്ടി അവർ 2 കോടി രൂപയുടെ കെട്ടിടം പണിതിനു വേണ്ടി ടെൻഡർ ചെയ്തതാണ്. നമ്മുടെ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നിലപാടെടുത്ത ശക്തമായ നിലപാട് അതിനെതിരെ സ്വീകരിച്ചതിന്റെ ഫലമായിട്ടാണ് മന്ത്രിതല കോൺഫറൻസ് വിളിക്കുകയും ഗ്രാമവികസന കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തുകയും ചെയ്തു. പ്രതിഷേധത്തെ മറികടന്ന് രഹസ്യമായി തൊടുപുഴയിൽ നിർമ്മാണം ആരംഭിക്കുവാൻ ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികളും സ്വീകരിച്ചിരുന്നു. എന്നാൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും സ്ഥാപനം നെടുങ്കണ്ടത്ത് നിലനിർത്തുന്നതിനാവശ്യമായ മന്ത്രിതല നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന ഗ്രാമവികസന കമ്മീഷണർ BS തിരുമേനി IASന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചത്. പഞ്ചായത്തിന്റെ ബിൽഡിംഗിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം പഞ്ചായത്തിന്റെ ആഗ്രഹം ഇവിടെ തന്നെ നടത്തണം എന്നുള്ളതാണ്. ഇവിടെ അല്ലെങ്കിൽ പഞ്ചായത്ത് വേറൊരു സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ട്. 1 ഏക്കർ ജില്ലാ പഞ്ചായത്ത് ഇതിനുവേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന് കൊടുത്തിട്ടുള്ള ഒരു ഭൂമിയാണ്. ഇത് രണ്ടും കണ്ടിട്ടുണ്ട്. അങ്ങനെ അതിന്റെ റിപ്പോർട്ടും ബാങ്കുമായിട്ട് ആലോചിച്ചതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ദിരം ശശികുമാർ, യൂണിയൻ ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആനി ദാസ്, ഡെപ്യൂട്ടി റീജിയണൽ ഹെഡ് കുഞ്ഞിക്കണ്ണൻ, രാജേഷ് പിള്ള, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി വിൽസൺ, അംഗങ്ങളായ തോമസ് തെക്കേൽ, ജൂബി അജി, സിന്ധു രഘു, ഡെയ്സമ്മ ഷാജി, ലീന ജേക്കബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്യാമള വിശ്വനാഥൻ, അജിത ഷിബു, BDO PA സിസിലി, പ്ലാനിംഗ് ബോർഡ് അംഗം J ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘാംഗങ്ങൾ സന്ദർശനം നടത്തിയത്. കാഞ്ചിയാർ ലബക്കട JPM കോളേജിൽ IGNO സ്റ്റഡി സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. റോഷി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ സ്റ്റഡി സെന്ററിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. ഈ വർഷം മുതൽ കോളേജിൽ പുതിയ ബാച്ചിന്റെ പ്രവർത്തനം ആരംഭിക്കും. സ്റ്റഡി സെന്ററിന്റെ ഉദ്ഘാടനം ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളും സ്റ്റഡി സെന്ററുകളും കോളേജുകളിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ജില്ലയിലെ വിദ്യാഭ്യാസ രംഗത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അത് ഭംഗിയായി പോകാൻ സാധിക്കുന്ന സ്ഥിതിവിശേഷം ഇല്ലാതെ വന്ന സാഹചര്യത്തിലാണ് ഒരുപക്ഷെ JPM കോളേജ് ഇങ്ങനെ ആപ്ലിക്കേഷൻ സാധിക്കും. പരിശോധനകളെല്ലാം വൃത്തിയായി. ഉദ്ഘാടന യോഗത്തിൽ ഫാദർ മാത്യു മുണ്ടിത്ത് അധ്യക്ഷനായിരുന്നു. IGNO റീജിയണൽ ഡയറക്ടർ M രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് മാനേജർ ഫാദർ ജോബി ചുള്ളിയിൽ, ഫാദർ ജിസ് കിഴക്കേൽ, പ്രിൻസിപ്പൽ KM മാത്യു തുടങ്ങിയ. തോപ്രാംകുടി വ്യാപാര ഭവനിൽ വെച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്
PK രാജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെയും വൊസാഡ് നേതൃത്വം നൽകുന്ന ഒയാസിസ് സ്വയം സഹായ സംഘത്തിന്റെയും വാത്തിക്കുടി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് തോപ്രാംകുടിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടന്നത്. ഒയാസിസ് SHG പ്രസിഡന്റ് മാത്യു ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൊസാഡ് അഗ്രികൾച്ചറൽ അഡ്വൈസർ S ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലിൻ കുഴിഞ്ഞാലിൽ, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് KB സെൽവം, ബിനിമോൾ ജോസഫ്, ബിന്ദുസ് കറിയ, ഫെൻ രാജു തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ കൃഷ്ണപ്രിയ ക്യാമ്പിൽ ചികിത്സ നൽകി. നിരവധി ആളുകൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന 600 ഗ്രാം ഹാഷിഷ് ഓയിലുമായി സഹോദരങ്ങൾ പിടിയിലായി. അന്താരാഷ്ട്ര വിപണിയിൽ ₹1 കോടി വില വരുന്ന ഹാഷിഷാണ് അടിമാലി നാർക്കോട്ടിക് സംഘം ചെമ്പകപ്പാറയിൽ നിന്നും പിടികൂടിയത്. കൊന്നത്തടി ചിന്നാർ നിരപ്പ് സ്വദേശികളായ 2 പേരിൽ നിന്നാണ് ഹാഷിഷ് പിടിച്ചെടുത്തത്. അരീക്കുന്നേൽ സജീവ്, അരീക്കുന്നേൽ ബാബു എന്നിവരെയാണ് ഹാഷിഷുമായി അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ G വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് 600 ഗ്രാം ഹാഷിഷ് ഓയിൽ പിടികൂടിയത്. ബാബുവും സജീവും ഹാഷിഷ് ഓയിൽ വിൽപ്പനയിലെ കണ്ണികളാണ്. ഹാഷിഷ് ഓയിലിന്റെ ഉറവിടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. G വിജയകുമാർ, പ്രിവന്റീവ് ഓഫീസർ അബ്ദുൽ സലാം, സിഒമാരായ സഹദേവൻ പിള്ള, ജീമോൻ KB, നെൽസൺ മാത്യു, അനൂപ് തോമസ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. നിർധനരായ ജനങ്ങളുടെ നിയമപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സംസ്ഥാന വ്യാപകമായി അദാലത്തും ബോധവൽക്കരണ ക്ലാസും നടത്തുന്നു. പരാതികൾ ജൂലൈ 28-ന് 5 മണിക്ക് മുമ്പായി കട്ടപ്പന കുടുംബ കോടതിയിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 828114 5019 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഉടുമ്പുചോല ഗവൺമെന്റ് സർവന്റ് സഹകരണ സംഘത്തിലെ അംഗങ്ങളുടെ കുട്ടികളിൽ 2016-17 വർഷത്തിലെ SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നു. യോഗ്യരായവർ അപേക്ഷയും മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും സഹിതം ജൂലൈ 3 മുമ്പായി സംഘം ഓഫീസിൽ എത്തിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ 2017-18 കാലയളവിലേക്ക് ചരിത്ര വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇന്റർവ്യൂ 2017 ജൂലൈ മാസം 25-ന് രാവിലെ 11 മണിക്ക് കോളേജിൽ വെച്ച് നടത്തുന്നതാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പ്രിൻസിപ്പൽ മുമ്പായി ഹാജരാകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Express your love with golden moments. KG's Jewelry. In association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. പ്രകൃതിയെ നേരിട്ടറിയാൻ മാങ്കുളത്തെ നാച്ചുർ അപ്രിസിയേഷൻ സെന്റർ സഞ്ചാരികളെ സ്വാഗതം ചെയ്യുകയാണ്. കാനന ഭംഗിയും അതിശയിപ്പിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും ഇവിടേക്കെത്തുന്ന സഞ്ചാരികളുടെ മനം കവരും. നേർക്കാഴ്ചയിലേക്ക്. മാങ്കുളം ഒറ്റപ്പെട്ട ഒരു പ്രദേശമല്ല. സഞ്ചാരികൾ അന്വേഷിച്ചെത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ്. വനം സംരക്ഷിക്കപ്പെടുന്നതിനായും വനത്തെ നേരിട്ട് മനസ്സിലാക്കുന്നതിനുമായി വിവിധ പദ്ധതികളാണ് നാച്ചുർ അപ്രിസിയേഷൻ സെന്റർ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയെത്തുന്ന സഞ്ചാരികളെ വീണ്ടും ഇവിടേക്ക് ആകർഷിക്കുന്നത് വനത്തിനകത്തെ വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ്. കാട്ടാറിലെ തണുത്ത വെള്ളത്തിലെ കുളിയും സാഹസികമായ ജീപ്പ് യാത്രയ്ക്കൊപ്പം അതിശയിപ്പിക്കുന്ന വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗിയും കാനന ഭംഗിയും സഞ്ചാരികളുടെ മനം കവരുന്നതാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കല്ലാറിൽ നിന്നും 17 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാങ്കുളത്തെത്താം. വിരിപാറ വെള്ളച്ചാട്ടമാണ് ആദ്യം കാണാൻ കഴിയുക. ഇവിടെ നിന്നും 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നക്ഷത്രക്കുത്ത് വെള്ളച്ചാട്ടമാണ്.
കായംകുളം നാച്ചുർ അപ്രിസിയേഷൻ സെന്റർ വനമന്ത്രി ഉദ്ഘാടനം ചെയ്തതോടെ വനത്തിനുള്ളിലെ സൗന്ദര്യം തേടിയെത്തുന്ന സഞ്ചാരികളുടെ ഒഴുക്കാണ് ഇവിടേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. In association with ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന കാർഡോൺ പ്ലാന്റേഴ്സ് ഏലക്ക ലേല വിവരം ആകെ ലോട്ട് 165, വിൽപ്പനയ്ക്ക് വന്നത് 30,151, വിൽപ്പന നടന്നത് 29,948, കൂടിയ വില 1,381, ശരാശരി വില 1,015. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 470 രൂപ, ഏലം കൂടിയത് 1,050, ശരാശരി 960. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 120 രൂപ, ഗ്രാമ്പു 600 രൂപ, കൊക്കോ 32 രൂപ, റബ്ബർ 130 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,650 രൂപ, വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂട്ട്സ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ഇടുക്കി ജില്ലയിലെ വൻകിട കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മൂന്നാറിലെ കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കാൻ പുതിയ നിയമം കൊണ്ടുവരണമെന്നും കോടിയേരി. സ്വകാര്യ തേയില കമ്പനികളുടെ ഭൂമി ഏറ്റെടുക്കുന്നത് മലയെടുത്ത് തലയിൽ വെച്ചതുപോലെയാകുമെന്ന് മന്ത്രി MM മണി. കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ ജനൽ ചില്ലുകളും വാഹനത്തിന്റെ ചില്ലുകളും തകർത്ത പ്രതിയെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. UDF സർക്കാർ ആരംഭിച്ച ഇടുക്കി മെഡിക്കൽ കോളേജ് അട്ടിമറിച്ച് പുതിയത് തുടങ്ങുവാനുള്ള തീരുമാനത്തിനെതിരെ ആദിവാസി വിദ്യാർത്ഥികൾ രംഗത്ത്. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് കോളേജ് സംരക്ഷണ സമിതി. കാന്തല്ലൂർ മേഖലയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ കാട്ടാന ആക്രമണം രൂക്ഷമായ സ്ഥലങ്ങൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സന്ദർശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.